ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്നൊരു വൺ ഡേ കറക്കമാണ് കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് പാലയിലോട്ടാണ്. ഫാമിലി ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം നാളെ കഴിഞ്ഞ് മക്കളുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് അവർക്ക് കുറേ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പാലയ്ക്ക് പോയത്. അപ്പോൾ നേരെ പോയത് ഈസി ബൈയിലാണ്. വിഷു ആയതുകൊണ്ട്, ഈസ്റ്റർ ആയതുകൊണ്ട് നല്ല ന്യൂ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഷർട്ടും ജീൻസും ഒക്കെ എടുക്കാനാണ് വന്നത്. അപ്പം കുറേ തപ്പി കേട്ടോ. അവർക്ക് 2 ഷർട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഷർട്ട് എടുത്തു. അപ്പോൾ ജീൻസ് നോക്കിയിട്ട് അങ്ങോട്ട് അവർക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കൂടുതലും അവർ നിക്കർ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഷോർട്ട് നിക്കറാണ് ഇടുന്നത് ഇഷ്ടം. ഞാനതാണ് തപ്പിയത്. ചേട്ടയ്ക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അതെടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാവോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ ഒരു 2-3 കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് നോക്കി അറിയാമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പറയാം അവനോട് ഇടാൻ പറ, ഞാൻ ഇനി ഇടുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇടായിരുന്നു. ഒരു തരത്തിൽ 2 പേരെ ഇടിയിപ്പിച്ച് നോക്കി. എന്നിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അതിൽ ഈ ഒരു ഷർട്ട് കുഴപ്പമില്ല, കുറച്ചുകൂടി ചേരുന്നുണ്ട്. പിന്നെ ടീഷർട്ട് നോക്കിയായിരുന്നു, അതവർക്കങ്ങ് ഇഷ്ടപ്പെട്ടുമില്ല. അവിടുന്ന് ഡ്രസ്സ് വാങ്ങി നേരെ പോയത് മാക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ജീൻസ് കിട്ടിയില്ല. അപ്പോൾ ജീൻസ് അവിടെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. 2 ഷോർട്ട്സ് നിക്കറാണ് കിട്ടിയത്. അതവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത ഷർട്ടും ഇതും കൂടെ മാച്ചായിരുന്നു. അപ്പം ഇതും കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് റിലയൻസിലോട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയ പാല ഫുള്ളും കാണാം കേട്ടോ. ഇതാണ് പാല കുരിശുപള്ളി, പാലാപ്പള്ളി. ഇവിടെ വന്ന് കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. എനിക്കിഷ്ടപ്പെട്ടത് ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല, ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടപ്പെടില്ല. ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നോക്കി നോക്കി ആകെ മടുത്തു. എനിക്കങ്ങ് ഒന്നും തൃപ്തിയായില്ല, കിട്ടിയില്ല. പിന്നെ 2-3 ഡ്രസ്സൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കി. എന്നിട്ട് കാണിച്ചു നോക്കി എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഇതെടുക്കട്ടെ എന്ന്. പക്ഷേ ചേട്ടയ്ക്ക് അങ്ങ് താല്പര്യമില്ലായിരുന്നു. ഡ്രസ്സ് എടുത്ത് സമയം പോയിട്ട് അറിഞ്ഞില്ല കേട്ടോ. ഉച്ചയായി കേട്ടോ. വിഷു ആയതുകൊണ്ട് ഇന്ന് പല കടകളും അവധിയാണ്. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു കട കിട്ടി. അന്ന് ചോറ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ചോറുണ്ടായിരുന്നു. ചോറും പപ്പടം വറുത്തതും പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ എന്താണ് പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് ഒരു വെജിറ്റബിൾ കറി ആയിരുന്നു. പിന്നെ ഈ ഉണക്കമീൻ പൊടിച്ചത്, ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊഴുവ വറുത്തത് ഒരു ഇത് വാങ്ങിച്ചായിരുന്നു. അതും കൂട്ടി അങ്ങ് കഴിച്ചു. വീട്ടിലും ഈ അവസ്ഥയാണ്, പുറത്തും ഈ അവസ്ഥയാണ്. വാരി കൊടുത്താലേ കഴിക്കുകയുള്ളൂ. നേരെ പോയത് പവിത്ര സിൽക്സിലേക്കായിരുന്നു. അവരവിടെ വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അന്നേരം ഞാനൊരു വീഡിയോ എടുക്കുകയും ചെയ്തു. ഇവിടുന്നും കുറേ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഒരെണ്ണം എടുത്തു. കുറേ നേരമായിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് 3ാമത്തെ കടയാണ്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ചെരുപ്പ് കടയിലാണ്. മക്കൾക്ക് ചെരുപ്പ് എടുക്കാനാണ്. അപ്പം ബർത്ത്ഡേയും കൂടി അല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് ചെരുപ്പും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേർക്കും കൂടെ ചെരുപ്പും എടുത്തു. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് കാപ്പി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ, നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര ഇടിയും മഴയുമായിരുന്നു. അത്രയും നേരം ഞങ്ങൾ വെറുതെ അവിടെ ഇരിക്കുമായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മഴ ഇച്ചിരി തോർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അവർക്ക് 2 പേർക്ക് മീറ്റ് റോൾ വേണമെന്ന് പറഞ്ഞു മീറ്റ് റോൾ വാങ്ങിച്ചു. ഞങ്ങൾ ഉള്ളിവടയും വാങ്ങിച്ചു. പിന്നെ വാട്ടർമെലൻ്റെ 2 ജ്യൂസും ഒരു ചായയും, പിന്നെ ചേട്ടായിക്ക് നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മീൻകടയിലേക്കായിരുന്നു കേട്ടോ. കരിമീനാണ് വാങ്ങിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മീനാണ്, വറുക്കാമല്ലോ. അപ്പോൾ അവിടുന്ന് തന്നെ വെട്ടി വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ പോയത് കേക്ക് ഷോപ്പിലായിരുന്നു. ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, ഒരു ചെറിയ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് വാങ്ങിച്ചു, പേരെഴുതി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇതോടെ ഇന്നത്തെ പർച്ചേസ് അവസാനിച്ചിരിക്കുന്നു. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 6 മണിയായിട്ടുണ്ട്. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീടെത്താറായിട്ടുണ്ട്. ഇവിടെയും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇതിൽ കൈനീട്ടം തരാമെന്ന് പറഞ്ഞാണ് ആൾ, പിന്നെ അങ്ങ് മറന്നുപോയി. ഇപ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെ എനിക്ക് 1000 രൂപ കൈനീട്ടം തന്ന്, ഞാനൊക്കെ തന്നിട്ട് തിരിച്ചു വാങ്ങുമെന്ന്. അല്ല, അത് വിഷു കൈനീട്ടമാണ്, നീ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ടാറ്റാ. ബൈ ബൈ.